ഹലോ, ഹലോ. കേൾക്കുന്നില്ലേ? കേൾക്കാം, പറയും. ഓക്കെ. അപ്പോ ഒരു സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ്. ആ അതായത് ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ലിയാഖത്ത് സാഹിബ് ഖാന്റെ ഒരു വീഡിയോ കാണാനിടയായി. ഉം, അതായത് കൊലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇസ്ലാമിക നിയമത്തെ പറ്റിയിട്ടുള്ള ഖിസാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു വീഡിയോ. ആ അപ്പോ അതില് ചെറിയൊരു പ്രശ്നമുള്ളതായിട്ട് തോന്നി. ആ അപ്പോ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് വിളിക്കുന്നത്. അതായത് ഖുർആനിലെ 2:178 ഉം, ആയത്ത്. ഉം, അപ്പോ അതില് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല. ഉം, ഓ സത്യവിശ്വാസികളെ, നിങ്ങളുടെ മേൽ ഖിസാസ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഉം, അപ്പൊ അവിടെ ലിയാഖത്തിലേക്ക് അവിടെ പറയുന്നത് ഉം, കൊലപാതകിയെ കൊലപ്പെടുത്തണം എന്നതിന് ഉം. ഈ ആയത്ത് തെളിവല്ല എന്നുള്ളതാ പറഞ്ഞത് അതെ, അവര് വീഡിയോയില്. അതെ. അപ്പോ അത് ഏതൊരർത്ഥത്തിലാണ് പറഞ്ഞത്? ആ ഖുർആൻ വചനം നിങ്ങൾ മതം പഠിക്കുന്ന മുത്തല്ലിമാണോ അതോ പണ്ഡിതനാണോ, എങ്ങനെയാ? ഞാൻ പഠിക്കുന്ന കുട്ടിയാണ്. മുത്തല്ലിമാണ്. അതെ, അറബി അറിയാലോ? അറബി അറിയാം. നിങ്ങളെ ഖുർആൻ വചനം ഒന്ന് ഓതിയിട്ട് ഒന്ന് എനിക്ക് അർത്ഥം വെച്ചേരി. യാ അയ്യുഹല്ലദീന ആമനു, ഉം, ഓ സത്യവിശ്വാസികളെ, ഉം, കുത്തിബ അലൈക്കുമുൽ ഖിസാസു, ഉം, നിങ്ങളുടെ മേൽ ഖിസാസ് നിർബന്ധമായിരിക്കുന്നു ഉം, ഫിൽ ഖത്ല, ഉം, കൊല ചെയ്യപ്പെട്ടവരുടെ വിഷയത്തിൽ. ഉം. ഖിസാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഖിസാസ് എന്ന് പറഞ്ഞാല് അയ്യൂഖ അലൽ ജാനി അജന, അതായത് ഉം, ഒരു തെറ്റുകാരന്റെ മേൽ ഉം, അവൻ ഏതൊരു തെറ്റാണോ ചെയ്തത് ആ ഉം. ഒരു തെറ്റ് കൊണ്ട് തന്നെ ശിക്ഷ നടപ്പിലാക്കല്. ഖിസാസ് എന്ന് പറഞ്ഞാലോ? അതെ, ഖിസാസിന്റെ അർത്ഥം അതാണ്. അതെ. ഓക്കെ, കണ്ടിന്യൂ. ബാക്കി വെച്ചോളി. അപ്പോ അപ്പോ അവിടെ ഖിസാസ് എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞു ആ ഒരു തെറ്റുകാരന്റെ മേലെ ഏതൊരു തെറ്റാണോ അവൻ ചെയ്തിട്ടുള്ളത് ഉം, ആ ഒരു തെറ്റ് കൊണ്ട് തന്നെ എന്ത് ചെയ്യാ, ഉം. അവൻക്ക് ശിക്ഷ നടപ്പിലാക്കാം. അപ്പൊ ഇവിടെ ആർക്ക്? ഒരു കൊല ചെയ്ത ആള് ഇതിൽ എന്ത് ചെയ്യാ, എവിടെയാണ് കൊല ചെയ്ത ആ ആളെ ഒരു കുറിച്ച് പറയണത്? അൽ ഖത്ല എന്ന് പറഞ്ഞാൽ ഈ എന്താ? ആയത്തിൽ തന്നെ ഫിൽ കൊല ഫിൽ ചെയ്യപ്പെട്ടവരുടെ ഖത്ല, വിഷയത്തിൽ. ഫിൽ ഖത്ല എന്നാണ്. ആ ആ, ആ ഖിസാസു ഫിൽ ഖത്ല ആണ്. ഖത്ല, ആ, അതെ. അപ്പൊ ഇത് ആരുടെ കാര്യത്തിലുള്ള ഖിസാസാണ്? കൊല ചെയ്യപ്പെട്ടവരുടെ കൊല വിഷയത്തിൽ ഓ ചെയ്യപ്പെട്ടവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ, സത്യവിശ്വാസികള്. അതായത് ഒരാൾ മരിച്ചു, ഒരാളാൽ കൊല ചെയ്യപ്പെട്ടു, അവരുടെ ആ ആ ആ കാര്യത്തിലുള്ള പ്രതിക്കൊലയാണ് പ്രതിപാദ്യ വിഷയം. കറക്റ്റ് അല്ലേ? അതെ. ഓക്കെ. അതായത് മരിച്ചുപോയ ആളുടെ കാര്യത്തിലുള്ള ഖിസാസാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഓക്കെ, ഇനി ഇനി ബാക്കി അങ്ങനെയാണ്. വായിച്ചോളി. ബാക്കി വായിച്ചോളി. അപ്പോ അൽ ഹുറു ബിൽ ഹുദ്ദി. ഉം, ആ അപ്പോ ഉം, അൽ ഹുറു ബിൽ ഹുദ്ദി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ. ഉം, അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ല, അർത്ഥം എന്താണ്? വെച്ചേരി. ആദ്യം ഒന്ന് അർത്ഥം വെക്കി. ഏത്? ഇതിന്റെ അർത്ഥം അൽ ഹുറു ബിൽ ഹുരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ. ആ ആ അൽ സ്വതന്ത്രന് ഹുറു ബിൽ പകരം ഹുദ്ദി, സ്വതന്ത്രനും അടിമയ്ക്ക് സ്വതന്ത്രനും പകരം അടിമക്ക് അടിമയും പകരം. സ്ത്രീക്ക് ആ പകരം ആ സ്ത്രീയും സ്ത്രീ. കൊല്ലപ്പെടേണ്ടതാണ്. ഓക്കെ. അതായത് കൊല്ലപ്പെട്ട സ്ത്രീക്ക് പകരം ആര് കൊല്ലപ്പെടണം? സ്ത്രീ കൊല്ലപ്പെടണം. അതായത് അൽ ഓക്കെ. ഖിസാസു ഫിൽ ഖത്ല ആണ് ഖുർആൻ ആയത്തിലെ പ്രതിപാദ്യ വിഷയം. കൊല ചെയ്യപ്പെട്ടവരുടെ കാര്യത്തിലുള്ള പ്രതിക്കൊലയാണ്. ഓക്കെ. സ്വതന്ത്രനു പകരം ഓക്കെ. സ്വതന്ത്രനും അടിമയ്ക്കു പകരം അടിമയും സ്ത്രീക്കു പകരം സ്ത്രീയും കൊല്ലപ്പെടേണ്ടതാണ്. ആ ആ ഇതിലെവിടെയാണ് കൊലപാതകി ഉള്ളത്? അതായത് ഇതിൽ ഘാതകനെ നമ്മൾ കാണുന്നില്ലല്ലോ. ഒരു ഹുർ ഒരു അടിമ അടിമയെ കൊന്നാൽ, ഉം, ഒരു സ്വതന്ത്രനെ കൊന്നാൽ, ഉം, ഒരു സ്ത്രീ ഒരു സ്ത്രീയെ കൊന്നാൽ, ഉം, അവരുടെ വിഷയത്തിൽ ഓ സത്യവിശ്വാസികളെ, ഉം. നിങ്ങൾക്ക് ഖിസാസാണ്. ഖിസാസ് എന്ന് പറഞ്ഞാല് ആ ഒരു തെറ്റുകൊണ്ട് തന്നെ കൊടുക്കണം. അതായത് ഇതില് നിക്ക് ഒരു
സ്ത്രീ മറ്റൊരു സ്ത്രീയെ കൊന്നാൽ എന്ന് നിങ്ങൾക്ക് ഖുർആൻ വചനത്തിൽ എവിടെ നിന്നാണ് അർത്ഥം കിട്ടിയതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഖിസാസിന്റെ അർത്ഥം കൃത്യമായി ഖിസാസു ഫിൽ മനസ്സിലാക്കിയാൽ അത് ഖത്ല ആണ്. ഫിൽ ഖത്ല കൊല ചെയ്യപ്പെടുന്നവരുടെ കാര്യത്തിൽ ആണ്. ഖിസാസ് പറഞ്ഞ പ്രതിക്കൊലയാണ്, പ്രതികാരക്കൊല എന്നൊക്കെ പറയാം. പ്രതിക്കൊല, പകരത്തിന് പകരം കൊല്ല. അത് തന്നെ പകരത്തിന് പകരം കൊല കൊല്ലണേനെ അല്ല, ചെയ്യപ്പെട്ടവരുടെ പകരത്തിന് പകരം കൊല്ലുന്നതും കൊലയാളിക്ക് ശിക്ഷ നടപ്പിലാക്കുന്നതും രണ്ട് കാര്യമാണ്. നിങ്ങൾ ഇതിൽ കൊലപാതകി ആരാണ്? ഇപ്പൊ സ്വതന്ത്രന് പകരം ഒരു അടിമ ഒരു സ്വതന്ത്രനെ കൊന്നു, അപ്പോഴോ? അത് ഈ ആയത്തിൽ പ്രതിപാദിക്കുന്നില്ലല്ലോ. അപ്പൊ ഇവിടെ പ്രതിപാദിക്കുന്നില്ലേ? ഇല്ല ഇല്ല, കാറ്റഗറി വിട്ടിട്ടുള്ളത് പ്രതിപാദിക്കുന്നില്ല. കാറ്റഗറി വിട്ടിട്ടുള്ളത് കാറ്റഗറിയുടെ ഉള്ളിലുള്ള അത്രേ ഞാനും പറഞ്ഞിട്ടുള്ളൂ. ഇത് കൊലയാളിയെ കൊലപ്പെടുത്തണം എന്നതിന്റെ തെളിവല്ല. കൊലയാളി ഈ ആയത്തിൽ കൊലയാളി അപ്രസക്തനാണ്. നിങ്ങള് ഇവിടെ തന്നെ പറയുന്നുണ്ട് എന്ത്, ഒരു ഗോത്രത്തിലുള്ള ഒരു സ്ത്രീ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കൊന്നു കഴിഞ്ഞാല് അവിടെ പുരുഷൻ കൊല്ലപ്പെടുകയില്ല, മറിച്ച് ആ ഗോത്രത്തിലുള്ള ഒരു സ്ത്രീയാണ്. ഞാൻ പറഞ്ഞത് എന്താണ്? കൊലപാതകിയെ കൊല്ലണം എന്നതിന് ഈ ആയത്ത് തെളിവല്ല എന്നാണ് എന്റെ വാദം. അതിപ്പോ നിങ്ങൾ സമ്മതിച്ചു. ഇത് ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള പ്രതികാരത്തെ കുറിച്ച് മാത്രം പറയുന്നതാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അതെ, ഓക്കെ. ഒരു സ്ത്രീയെ ഒരു സ്ത്രീക്ക് പകരം സ്ത്രീ ഉണ്ടല്ലോ. ഓക്കെ, ഒരു സ്വതന്ത്ര സ്ത്രീ ഒരു അടിമ സ്ത്രീയെ കൊന്നു, അപ്പോഴോ? ആ വിഷയം ഇവിടെ പറയുന്നില്ലല്ലോ. അത് പറയുന്ന ഖുർആൻ വചനം ഏതാണ്? അത് ഞാൻ നോക്കിയിട്ടില്ല. ഇവിടെ വളരെ ക്ലിയർ ആണ്. അൽ ഖിസാസു ഫിൽ ഖത്ല, കൊല ചെയ്യപ്പെടുന്നവരുടെ കാര്യത്തിൽ തുല്യ ശിക്ഷ നടപ്പിലാക്കുക എന്നാണ് ഖുർആൻ ആഹ്വാനം. എന്ന് പറഞ്ഞാൽ കൊല ചെയ്യപ്പെടുന്ന ആളാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം, അതായത് കൊല്ലപ്പെട്ട വ്യക്തി. ആ കൊല്ലപ്പെട്ട വ്യക്തിക്ക് പകരം കൊല്ലേണ്ട ആളുകൾ ആരാണെന്നാണ് പറയുന്നത്. സ്വതന്ത്രന് പകരം സ്വതന്ത്രനും, അടിമയ്ക്ക് പകരം അടിമയും, സ്ത്രീക്ക് പകരം സ്ത്രീയും കൊല്ലപ്പെടേണ്ടതാണ്. ഇതിലെവിടെയും ഒരേ സ്റ്റാറ്റസിലുള്ള ആളുകൾ പരസ്പരം കൊല ചെയ്താൽ നടപ്പിലാക്കേണ്ട ശിക്ഷ എന്നതിനകത്തില്ല. അത് നിങ്ങൾക്ക് എവിടുന്ന കിട്ടിയത് എനിക്ക് മനസ്സിലായില്ല. ഈ മൂന്ന് കാര്യങ്ങളും, അതായത് ഹുറ് കൊണ്ട് തന്നെ അങ്ങനെ കൃത്യം മൂന്ന്. അൽ ഹുർറു ബിൽ ഹുരി എന്ന് പറഞ്ഞാൽ അടിമയ്ക്ക് പകരം അടിമ എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിക നിയമം അനുസരിച്ച് ഒരു സ്വതന്ത്രനായിട്ടുള്ള ഒരു വ്യക്തി, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കൊന്നാൽ പുരുഷനെ കൊല്ലണ്ടേ? കൊല്ലണം. അപ്പൊ പിന്നെ ഈ കാറ്റഗറി തിരിക്കുന്നതിന്റെ ലോജിക്ക് എന്താണ്? കൊലയാതകിയെ കൊല്ലുക എന്നുള്ളതാണല്ലോ ഇസ്ലാമിന്റെ നിയമം, അല്ലെ? ശിക്ഷാ നിയമം വധശിക്ഷക്ക് അകാരണമായിട്ട് ഒരു മുസ്ലിമിനെ കൊന്നാൽ തിരിച്ചു കൊല്ലണം, കൊന്നവനെ കൊല്ലണം. അത് ഇസ്ലാമിലെ നിയമമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ ശിക്ഷക്ക് ഈ വചനം തെളിവല്ല. ഈ വചനത്തിൽ പറയുന്നത് പ്രതിക്കൊലയുടെ കാര്യമാണ്. ഇവിടെ പറയുന്നത് കൊല്ലപ്പെട്ട സ്ത്രീ ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് പകരം സ്ത്രീയെ കൊല്ലുന്ന കാര്യമാണ്. ഇതിൽ നിങ്ങൾക്ക് കൊലയാളിയെ കൊല്ലണം എന്ന അർത്ഥം എങ്ങനെ കിട്ടി? എനിക്കത് മനസ്സിലായിട്ടില്ല, നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ തഫ്സീർ എഴുതിയപ്പോ പറഞ്ഞത് ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഖുർആൻ വചനമാണ് എന്നാണ്. എന്ന് മാത്രമല്ല, ഈ ഖുർആൻ വചനത്തിന്റെ അവതരണ പശ്ചാത്തലം നിങ്ങൾ വായിച്ചിട്ടില്ലേ? എന്താണ് നിങ്ങൾക്ക് അറിയണമെന്ന് പറഞ്ഞാല്? അതായത് പണ്ടുള്ള ഗോത്രങ്ങൾ മുമ്പൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊലക്ക് പകരം കൊല എന്നുള്ള പ്രക്രിയ ഉണ്ടായിരുന്നു. പക്ഷെ അത് നീതി വ്യവസ്ഥിതമായിട്ട് നടപ്പിലാക്കപ്പെടാറില്ല. അപ്പോ അതായത് ഒരു ഗോത്രത്തില് ഒരു അടിമയെ കൊന്നാൽ അതിന് പകരം ചിലപ്പം ആ ഗോത്രത്തിലെ ഒരു സ്വതന്ത്രനെ കൊല്ലുന്ന ഒരു ഏർപ്പാട് അവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? അതേപോലെ മുഹമ്മദ് നബിയുടെ കൂടെ ഇസ്ലാമിലേക്ക് ആവുന്നതിന് മുൻപ് പരസ്പരം ശത്രുതയിൽ ഉണ്ടായിരുന്ന, അക്രമത്തിൽ ഏർപ്പെട്ടിരുന്ന രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ ഒരു പ്രതികാരം ബാക്കിയായി നിൽക്കുന്ന കാലഘട്ടത്തിൽ ഈ രണ്ട് ഗോത്രങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നു. അങ്ങനെ വരുന്നതിന് ശേഷവും അവർ ഈ പ്രതികാരക്കൊല, പഴയ കാലത്തുള്ള പ്രതികാരക്കൊലയെ കുറിച്ച് ഇവര് അവകാശവാദം ഉന്നയിക്കുന്നു. എന്ന് പറഞ്ഞാൽ വീമ്പ് പറയുന്നു.
ഞങ്ങളെ സ്ത്രീനെ കൊന്നതിന് പകരം നിങ്ങളെ സ്വതന്ത്രനെ ഞങ്ങൾ കൊല്ലും, പുരുഷനെ കൊല്ലും, ഞങ്ങൾ അടിമനെ കൊന്നതിന് പകരം നിങ്ങളെ ഉടമനെ കൊല്ലും എന്ന് പറയുന്ന വീരവാദം പറയുന്നു. ഓക്കെ ഇത് ഓക്കെ നിരോധിച്ചുകൊണ്ട് അപ്പം പറഞ്ഞതാണ് അങ്ങനെ ചെയ്യരുത്. ഖിസാസിന്റെ കാര്യത്തിൽ, നിങ്ങൾ കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ തുല്യത പാലിക്കണം എന്ന് പറഞ്ഞാൽ അടിമക്ക് പകരം അടിമനെ കൊല്ലാൻ പാടുള്ളൂ, സ്വതന്ത്രന് പകരം സ്വതന്ത്രനെ കൊല്ലാൻ പാടുള്ളൂ എന്നതാണ് ഈ ഖുർആൻ വചനത്തിലുള്ളത്. ഇതിന്റെ തഫ്സീറുകൾ പലതും ഞാൻ വായിച്ചിട്ട് ഖുർആൻ വചനത്തിൽ നിന്ന് കിട്ടാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതി വെക്കുകയും അമാനി മൗലവിനെ പോലുള്ള ആളുകൾ ഇത് ഭയങ്കര ഒരു പ്രശ്നമാണ് എന്ന്, ഈ ഖുർആൻ വചനം ഭയങ്കര എന്താ പറയാ വ്യാഖ്യാതാക്കൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വചനമാണ് എന്ന് എഴുതി വെച്ചിട്ടുമുണ്ട്. പല തഫ്സീറുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇസ്ലാമില് ഘാതകനെ കൊല്ലണം എന്ന കാര്യത്തിൽ നിയമമില്ല എന്ന് എനിക്ക് വാദമില്ല. പക്ഷെ അതിന് ഈ ഖുർആൻ വചനം തെളിവല്ല. കാരണം ഇവിടെ ഒരാള് ഇസ്ലാമിക നിയമം അനുസരിച്ച് മുസ്ലിമായ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിനെ കൊന്നാൽ കൊല ചെയ്യപ്പെട്ടവന് വധശിക്ഷ നടപ്പിലാക്കണം എന്നതാണ്, അല്ലെ? ഓക്കെ ഓക്കെ അത് ജിനായത്താണ്, ശിക്ഷ നടപ്പിലാക്കലാണ്. ഓക്കെ, ജിനായത്തും ഖിസാസും രണ്ടാണ്. ജിനായത്ത് കൊലക്ക് ഒരാള് കൊന്നാൽ കൊല്ലപ്പെട്ടവൻ ആരാണ് എന്നുള്ളത് അപ്രസക്തമാണ്. മുസ്ലിം ആയിരിക്കണം എന്ന നിബന്ധന പല ഫിഖിലും കാണാൻ പറ്റും. കാരണം ആ മുസ്ലിമിനെ കൊന്നതിന് പകരമായി മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല എന്നൊക്കെയാണ്. ഓക്കെ, അതേ സമയത്ത് വേറൊരു സ്റ്റാറ്റസിലുള്ള മുസ്ലിമായ ഒരു വ്യക്തി അകാരണമായ ശരീഅത്ത് അനുവദിക്കുന്ന കാരണമില്ലാതെ മറ്റൊരു വ്യക്തിയെ കൊന്നാൽ ആരാണോ കൊലപാതകി ആ കൊലപാതകിയെ കൊല്ലണം എന്നാണ്. അവിടെ കൊല്ലപ്പെട്ടവൻ അപ്രസക്തനാണ്. കൊല്ലപ്പെട്ടത് ആണാണോ പെണ്ണാണോ കുട്ടിയാണോ മുതിർന്ന ആളാണോ സ്ത്രീയാണോ പുരുഷനാണോ അപ്രസക്തമാണ്. ആരാണോ കൊല ചെയ്യപ്പെട്ട വ്യക്തി, കൊന്നത് ആരാണോ, കൊലയാളി ആരാണോ അവനെ കൊലപ്പെടുത്തണമെന്നാണ്. അതാണ് ഈ വചനത്തിന്റെ അർത്ഥമെങ്കിൽ ഇങ്ങനെ കാറ്റഗറി പറയേണ്ടതും പകരത്തിന് പകരം പറയേണ്ട കാര്യമില്ല. സ്ത്രീക്ക് പകരം സ്ത്രീ കൊല്ലപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അവിടെ കൊല്ലപ്പെട്ടയാളും കൊന്നയാളും സ്ത്രീ ആയിരിക്കണമെന്ന് ഈ ഖുർആൻ വചനത്തിൽ നമുക്ക് കിട്ടൂല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഖിസാസിന്റെ അർത്ഥം ഒരു തെറ്റ് ചെയ്ത ആൾക്ക് അവൻ ഏത് തെറ്റാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ശിക്ഷ നടപ്പിലാക്കപ്പെടുക എന്ന് പറയുമ്പോ അത് ശരിയായി വരുന്നില്ല. അല്ല, ഇത് റിറ്റാലിയേഷൻ ആണ്. ഖിസാസ് എന്ന് പറഞ്ഞാൽ റിറ്റാലിയേഷൻ ആണ്, പ്രതിക്രിയയാണ്. അതിന് ലിറ്ററലി മീനിങ് വേറെ ഉണ്ടാവും. പക്ഷെ നമ്മളെ ഇസ്തിലാഹി ആയിട്ടുള്ള, അതായത് ഡിസ്ക്രിപ്ഷണൽ ആയിട്ടുള്ള റിലീജിയസിലെ മീനിങ് ശരീഅത്ത് പ്രകാരം അയ്യൂഖ അലൽ ജാനി മിസ്ലുമാ ജന, അതായത് അത് ഈ ഖുർആൻ വചനത്തിനെയൊക്കെ ഒന്ന് അങ്ങനെയൊക്കെ പല തന്ത്രങ്ങളും പ്രയോഗിക്കണം. കൊന്നവനെ കൊല്ലണം എന്നുള്ള ഖുർആൻ വചനം വേറെ കിടക്കുന്നുണ്ട് അല്ലേ? ഒരാളുടെ കണ്ണ് കളഞ്ഞവനെ മറ്റേ കണ്ണ് കളയണം, അതവിടെ ഉണ്ട്. അവിടെ ആരാണ് അക്രമകാരിയാണ് പ്രതിപാദ്യ വിഷയം. ഇവിടെ അങ്ങനെ, ഈ ആയത്തിൽ അങ്ങനെയല്ല. കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ കാര്യത്തിൽ പകരം കൊല ചെയ്യുന്നതിന്റെ കാര്യമാണ് പറയുന്നത്. അവിടെ അടിമയ്ക്ക് പകരം അടിമ, സ്വതന്ത്രന് പകരം സ്വതന്ത്രൻ, സ്ത്രീക്ക് പകരം സ്ത്രീ. ഇതാണ്. ഇത് കൊലപാതകിയെ കൊല്ലണം എന്ന ഇസ്ലാമിക നിയമത്തിന് തെളിവല്ല. അതാണ് എന്റെ വാദം. അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. കാരണം അതിന് ഇത്രയൊന്നും കോംപ്ലിക്കേഷന്റെ ആവശ്യമില്ല. ഒരാളെ കൊന്നാൽ കൊന്നവനെ കൊല്ലണം, ഇത്രയല്ലേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? അൽ ഖത്ൽ ബിൽ ഖത്ൽ പറഞ്ഞ കഴിഞ്ഞില്ലേ, കഥ കഴിഞ്ഞില്ലേ? അതിനിവിടെ കാറ്റഗറി തിരിക്കേണ്ട. അതിന് കൊല്ലപ്പെട്ട വ്യക്തി ഇവിടെ ഒരു ഇതായിട്ട് വരേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾ പറഞ്ഞ പോലെ അംഗീകരിക്കുകയാണെങ്കിൽ ആ വീഡിയോന്റെ ലാസ്റ്റ് പറയുന്നുണ്ട് എന്ത്, ഈ ഒരു ആയത്തിന്റെ വിശദീകരണമായിട്ട് നിങ്ങൾ പറയുന്നത്, അതായത് ഒരു പുരുഷന് ഒരു സ്ത്രീയെ കൊന്നുകഴിഞ്ഞാല് ആ പുരുഷൻ കൊല്ലപ്പെടാൻ പാടില്ല, സ്ത്രീയാണ് എന്ത് ചെയ്യേണ്ടത്, കൊല്ലപ്പെടേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം എന്നുള്ളത്. ഈ ആയത്തിന് എങ്ങനെ കിട്ടി? ഈ ആയത്തിന്റെ അർത്ഥം അങ്ങനെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷെ ഈ ആയത്ത് പിന്നീട് അൽ ഖത്ൽ ബിൽ ഖത്ൽ കൊണ്ട് നസ്ഖ് ചെയ്തു എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അങ്ങനെയാണ് ഈ ആയത്തിന്റെ പരിക്കിൽ നിന്ന് ഇസ്ലാം മുക്തി നേടുന്നത്. നാസിഖ് മൻസൂഖ് അറിയില്ല എനിക്ക്. മനസ്സിലായോ? ഇത് ആ ഒരു പർട്ടിക്കുലർ സംഭവത്തിൽ അവരോട് പറഞ്ഞതാണ്. അതായത് ഞങ്ങൾ പെണ്ണിനെ കൊന്നതിന് പകരം ഞങ്ങൾ ഈ ആണുങ്ങളെ കൊല്ലുമെന്ന് വീമ്പ് പറഞ്ഞ ഗോത്രത്തോട് അങ്ങനെ നിങ്ങൾ ചെയ്യരുത്, കൊല ചെയ്യപ്പെട്ടവരുടെ കാര്യത്തിൽ നിങ്ങൾ തുല്യ ശിക്ഷ നടപ്പിലാക്കണം, തുല്യമായ പ്രതിക്രിയ നടപ്പിലാക്കണം എന്ന് പറയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് വിശദീകരിക്കുന്നത് അടിമയ്ക്ക് പകരം അടിമ,
പെണ്ണിന് പകരം പെണ്ണ് എന്നുള്ളത്. പക്ഷെ അത് ആ കാലഘട്ടത്തെ ഗോത്രത്തിൽ അനീതി നടന്നിരുന്നു എന്ന് പറയുന്നത് അടിമയെ കൊന്നതിന് പകരം ഉടമയെ കൊന്നിരുന്നു. അതൊരു അനീതിയായിരുന്നു. ആ അനീതി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അടിമയ്ക്ക് പകരം അടിമ, സ്ത്രീക്ക് പകരം സ്ത്രീ എന്ന സമത്വം ഖുർആനിലൂടെ പ്രഖ്യാപിക്കുന്നത്. ഇത് പ്രതിക്രിയയാണ്, പ്രതികാരക്കൊല എന്നൊക്കെ നമ്മൾ പറയും, കിസാസ്. മനസ്സിലായോ? ഇസ്ലാമില് കൊലപാതകയെ കൊല്ലണം എന്ന നിയമമില്ല എന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ആ നിയമം നമുക്ക് ഈ ഖുർആൻ വചനത്തിൽ നിന്ന് കിട്ടൂല എന്നാണ് എന്റെ വാദം. മനസ്സിലായോ? നിങ്ങൾ ഒന്നും കൂടി ആഴത്തിൽ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസം എനിക്ക് പറഞ്ഞുതരും. പിന്നെ ഇത്രത്തോളം ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിന്ന് പോവാൻ കാരണം മനസ്സിലാക്കിയതുകൊണ്ട് അല്ല, കൂടുതൽ മനസ്സിലാക്കിയാൽ ഇതിൽ കൂടുതൽ മനസ്സിലാക്കി ഇതിനേക്കാളും ദൂരത്തേക്ക് പോകേണ്ടി വരും. അല്ലാണ്ട് അത്രക്കും ഉറപ്പാണോ? 100%. അങ്ങനെ ഉറപ്പുണ്ടാകാൻ കാരണം എന്തെങ്കിലും സാഹചര്യങ്ങളൊന്നുമല്ല. എന്നെ ഈ മതം പിടിച്ച് കടിച്ചിട്ടൊന്നുമില്ല. ഞാന് കുറച്ചുകൂടി മനുഷ്യരെ കുറിച്ച് ആലോചിക്കും, മനുഷ്യന്മാരെ പിന്നെ എന്താ പറയാ സോഷ്യൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള മനുഷ്യന്മാരുടെ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ കൺസേൺ ആയിട്ടുള്ള ഒരാളാണ്. അതില് മതത്തിന്റെ ഇടപെടലുകൾ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എന്താ പറയാ അങ്ങനെയാണ് ഞാൻ ഇതിനെ പഠിക്കുന്നത്. ശരിയായിട്ട് വിശ്വാസത്തിൽ നിൽക്കാൻ വേണ്ടി നമ്മള് എന്താ പറയാ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അറിയാത്ത, നമ്മൾ മദ്രസയിൽ പറഞ്ഞ കഥകളും ഉസ്താദുമാര് പഠിപ്പിച്ചെന്ന ഇസ്ലാമിന് അപ്പുറത്തേക്ക് വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പ്രത്യയശാസ്ത്രം, ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് ഇസ്ലാം എന്ന് കുറച്ച് വൈകി മനസ്സിലാക്കുന്നു. പിന്നെ അതിനെക്കുറിച്ചുള്ള അർത്ഥത്തിലുള്ള പഠനം നടക്കുന്നു. അങ്ങനെ ഇതിനകത്ത് സ്ലേവറി പോലും അനുവദിക്കപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രം എന്തായാലും അന്ന് ഞാൻ ദൈവവിശ്വാസി ആയിരിക്കുകയാണ് കേട്ടോ ഇസ്ലാം ഉപേക്ഷിക്കുന്നത്. സ്ലേവറി അനുവദിക്കുന്ന ഒരു ദൈവം അതെനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്ന സാധനമായിരുന്നില്ല അന്ന് ദൈവവിശ്വാസി ആയിരുന്ന സമയത്ത്. ഇസ്ലാമിലെ സ്ലേവറി 100% പൂർണ്ണമായിട്ട് അതിന്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിയിരുന്നു മുഹമ്മദ് നബി ഇസ്ലാമിന്റെ മുന്നോട്ട് പോക്കില്. അടിമകളെ മീൻസ് യുദ്ധത്തടവുകാർ എന്ന പേരില് ഗോത്രങ്ങളെ ആക്രമിച്ച് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ അവരുടെ സ്വത്തിന്റെ കൂടെ എടുത്ത് വീതം വെച്ച് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമല്ലേ. പക്ഷെ ഇപ്പൊ ഇസ്ലാം സ്ലേവറിനെ നിരോധിച്ചെന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ കൂടി ഇപ്പോ യുക്തിവാദികൾ എന്ന് പറയുന്ന ആൾക്കാര് അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ യുക്തിക്കനുസരിച്ച് എന്ത് ചെയ്യാം, പ്രവർത്തിക്കാം. സ്വതന്ത്രവാദികളാണ്, സ്വതന്ത്രത്തോടെ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ അവര് സ്ലേവറിയെ അവരുടെ കേവലമായ ന്യായം മാത്രമാണ്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ ആ ആശങ്ക ഇസ്ലാം പലിശ നിരോധിച്ചു. ലോകത്ത് മറ്റെല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും പലിശ പ്രാക്ടീസിലില്ലേ? ഉണ്ട്. കള്ള് ഇസ്ലാം മദ്യം നിരോധിച്ചു. മുസ്ലിങ്ങൾ ഉൾപ്പെടെ പല ജനതയും മദ്യം കഴിക്കുന്നില്ലേ? ഇതിനകത്ത് നോക്കൂ, ഈ ഇപ്പൊ മദ്യത്തിൽ നിങ്ങൾക്ക് നന്മയും ഉണ്ട് തിന്മയും ഉണ്ട് എന്നെങ്കിലും പറയുന്ന ഒരു ഖുർആൻ വചനത്തിലൂടെ തുടങ്ങി അത് നിരോധിച്ചു എന്ന് പറയപ്പെടുന്ന തരത്തിൽ 3 വചനങ്ങളുണ്ട് ഖുർആനില്. സ്ലേവറി ഒരു മോശം കാര്യമാണ് എന്ന് ഒരു ധ്വനിപ്പിക്കുന്ന ഒരു വചനം പോലുമില്ല. അടിമത്തം. അതിന് പകരം അതിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഇവർക്ക് അനുവാദം കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പൊ നമ്മൾ കല്യാണത്തിന്റെ കാര്യത്തിലൊക്കെ മുസ്ലിം പുരുഷന്മാർക്ക് അതിപ്പോ മദ്യവും പലിശയൊക്കെ സാമ്പത്തിക ക്രമത്തിന്റെ ഭാഗം തന്നെയാണ്. അടിമകൾ മാത്രമല്ലല്ലോ സമ്പത്തിന്റെ ഭാഗം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, മാർട്ടിൻ ലൂതർ കിങ് ഒക്കെ അടിമത്തം നിരോധിച്ച സമയത്ത് ധാരാളം ആൾക്കാര് സ്വാഭാവികമാണ്. ഒരു സിസ്റ്റം നമ്മൾ ഡിമോളിഷ് ചെയ്ത് കളയുമ്പോൾ അതിന്റെ തുടക്കത്തിൽ കുറെ പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ ഒരു പഴയ ഒരു കെട്ടിടം, വളരെ പഴകി ദ്രവിച്ച ഒരു കെട്ടിടം പൊളിച്ചു മാറ്റുമ്പോ പൊടിപടലങ്ങൾ ഉണ്ടാവും. അതിമൊന്ന് ചില ചീളുകൾ അപ്പുറപ്പുറമുള്ള ചെറിയ വീടുകളിൽ ചെന്ന് തട്ടും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതവിടെ അങ്ങനെ നിലനിർത്തുക എന്ന് പറയുന്നത് അതിനേക്കാൾ അപകടമല്ലേ? ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യം മെല്ലെ അതാ ഞാൻ പറഞ്ഞു, ഒരു ഘട്ടവും ഉണ്ടായിട്ടില്ല. ഇതൊരു തെറ്റായ സാധനമാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കീഴിൽ ക്രയവിക്രയാധികാരങ്ങളുള്ള ഒരു വസ്തുവായിട്ട് പരിഗണിക്കപ്പെടുക എന്ന് പറയുന്നത്
വളരെ മോശം കാര്യമാണ്, അത് തെറ്റാണ് ഇപ്പൊ നമുക്ക് എന്ന സൂചന വേണ്ടേ? സൂചന പോലും ഇല്ല ഇതിനകത്ത്. അതിന് പകരം ഇത് സമ്പത്തായിട്ട് അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ പറയുന്ന പല സംഗതികളും ഇപ്പം തെറ്റിന് പകരമായിട്ട് പ്രായശ്ചിത്തമായിട്ട് അത് ഫൈനാണ്. ഹലോ പറയ്, കേക്കുന്നില്ലേ? ഹലോ കേൾക്കുന്നില്ലേ? അതായത് തെറ്റിന് പകരമായിട്ട് ഫൈനായിട്ട്, അത് ഫൈനാണ്. ഇപ്പൊ നിങ്ങൾ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ നിങ്ങൾ 1000 രൂപ പിഴ അടക്കണം എന്ന് പറഞ്ഞാല് അത് പണത്തോടുള്ള നിങ്ങളുടെ താല്പര്യത്തെ പരിഗണിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് അത് നഷ്ടം വരുമെന്ന് തോന്നലുണ്ടാവുന്നത് കൊണ്ട് നിങ്ങൾ ആ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശിക്ഷണ നടപടി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കും എന്നാണ്. അല്ല, ഒരാൾ ഒരു തെറ്റ് ചെയ്തു, അതിന് പകരം ഒരു അടിമയെ മോചിപ്പിച്ചു എന്ന് അതിന് സമ്പത്തായിട്ട് അംഗീകരിച്ചു കൊടുക്കുകയാണ്, അതിനെ ലെജിറ്റിമൈസ് ചെയ്യാണ് ചെയ്യുന്നത് സ്ലേവറിനെ. അത് പല ആൾക്കാരും അത് ഭയങ്കര സംഭവമായിട്ട് എടുത്തു പറയാറുണ്ട്. സഹാബാക്കളല്ലോ അടിമ മോചനത്തില് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അടിമകൾ ഉണ്ടാവുക? ഈ അടിമകളെ മോചിപ്പിക്കാനുള്ള മത്സരം എന്ന് പറയുന്നത് ഇസ്ലാമില് പല ഘട്ടങ്ങളിലും ഇസ്ലാം സ്വീകരിച്ചു വന്ന ആദ്യ ആളുകളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ അടിമകളായിരുന്നു. അതറിയില്ലേ? ആദ്യം ഇസ്ലാം. അപ്പൊ അത്തരം ആളുകളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹനം കൊടുത്തിരുന്നു. ഫക്കു റഖബ എന്നൊക്കെ വന്നത് അന്നാണ്. പക്ഷെ അതിനുശേഷം മദീനയിലേക്ക് എത്തിയതിനു ശേഷം ഗോത്രങ്ങൾ പോയി ആക്രമിച്ച് അടിമകളാക്കി പിടിക്കുന്ന പ്രവണതയാണ് പിന്നെ നമ്മൾ കാണുന്ന മനുഷ്യരെ. മനസ്സിലായോ? ഒരു ഗ്രാജുവൽ പ്രോസസിംഗ് അല്ല. ഗ്രാജുവൽ പ്രോസസിംഗ് അല്ല. ആദ്യം ഫക്കു റഖബ എന്ന് പറഞ്ഞിട്ട് പിന്നെ പോയിട്ട് 5-1 അള്ളാഹ്ക്കും റസൂലിനെന്ന് പറയാ ചെയ്യുന്നേ. അടിമത്തം ഇസ്ലാമിൽ ഇപ്പോഴും ലെജിറ്റിമൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള അനുവദനീയമായ ജായിസായ ഹലാലായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ആ അടിമത്തത്തിനെ ഇപ്പോൾ അടിമത്തം പൂർണ്ണാർത്ഥത്തിൽ തെറ്റാണ് എന്ന് പറയാൻ പോലും മുസ്ലിങ്ങൾക്ക് ആവാത്തതിന്റെ ഒറ്റ കാരണം ഇസ്ലാം അടിമത്തം നിരോധിച്ചിട്ടില്ല എന്ന് മാത്രമാണ്. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് സ്ലേവറി എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നന്മയുള്ള അല്ലെങ്കിൽ ഗുണമുള്ള നല്ലൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കീഴിൽ, ഇപ്പൊ നിങ്ങൾ എന്റെ കീഴിൽ എനിക്ക് വേണമെങ്കിൽ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാവുന്ന, വാങ്ങാവുന്ന, നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ എനിക്ക് നിങ്ങളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാവുന്ന, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് മുമ്പിൽ പണയം വെക്കാവുന്ന, അങ്ങനെ ഒരാൾക്ക് മറിച്ച് വിൽക്കാവുന്ന ഒരു വസ്തുവായിട്ട് നിങ്ങളെ പരിഗണിക്കുന്ന ഒരു സിസ്റ്റം നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? അതൊരു തിന്മയാണ്. അത് ഇങ്ങനെ സമൂഹത്തിലുണ്ട്. നമുക്ക് അനിവാര്യമായിട്ടും ഇല്ലാതാക്കേണ്ട ഒരു സാധനമാണ് എന്നുള്ള ഒരു വചനം പോലും ഖുർആനിൽ എവിടെയില്ല. ഇസ്ലാമിൽ എവിടെയും അങ്ങനെ അടിമത്തം മോശമാണ് എന്ന ഒരു പരാമർശമല്ല. അതിനു പകരം പിടിക്കപ്പെട്ട സ്ത്രീകളുടെ ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പം അത് കുഴപ്പമില്ല എന്ന് പറയുകയാണ് ചെയ്തത്. ആ ഒരു സമയത്ത് അടിമകള് വളരെയധികം ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇസ്ലാം നിങ്ങൾ സ്വതന്ത്രമായ ആൾക്കാര് ഉടമ തിന്നുന്ന ഭക്ഷണം അവൻ കൊടുക്കണം, അവൻ ധരിക്കുന്ന അതിന്റെ കാരണം ഞങ്ങളോട് പറഞ്ഞു. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ തുടക്കത്തിലുള്ള അംഗസംഖ്യയില് ഭൂരിപക്ഷവും അടിമകളായിരുന്നു. ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ 1-2 ആളുകളും പിന്നെ അവരുടെ അടിമകളും കുടുംബങ്ങളും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇസ്ലാമിലേക്ക് വന്നാൽ എന്തെങ്കിലും ഗുണമുണ്ടാവും എന്ന രീതിയിൽ ആഗ്രഹിച്ചിരുന്ന അടിമകളും. അപ്പൊ അത്തരം സമയത്ത് ഫക്കു റഖബയും സഹോദരനെന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് അത് ഇസ്ലാമിനകത്തുള്ള ഇസ്ലാം സ്വീകരിച്ച മനുഷ്യരെ കുറിച്ചാണ്, അടിമകളെ കുറിച്ചാണ്. ബിലാൽ എന്നാണ് സ്വതന്ത്രനായത് നിങ്ങൾക്ക് അറിയില്ലേ? ബിലാൽ അബൂബക്കറിന്റെ അടുത്ത് പോയിട്ട് നീ എന്നെ സ്വതന്ത്രനാക്കണേ സ്വതന്ത്രനാക്ക് എന്ന് പറയുന്ന ആരെങ്കിലും അറിയില്ലേ? എത്ര വർഷം കഴിഞ്ഞിട്ട്? മുഹമ്മദ് നബി മരിക്കുമ്പോഴും ബിലാൽ അടിമയാണ്. ബിലാലിനെ വിലക്ക് വാങ്ങാണ് അബൂബക്കർ ചെയ്തത്, മോചിപ്പിക്കല്ല. അപ്പൊ അങ്ങനെയുണ്ട്. ഞാൻ പറയുന്നത് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. മുഹമ്മദ് നബിയുടെ ഒരു ഭാര്യ അവരുടെ കയ്യിലുണ്ടായിരുന്ന 2 അടിമകളെ, സ്ത്രീകളെ അവർ മോചിപ്പിച്ചപ്പോ മുഹമ്മദ് നബി ചോദിച്ചു, എന്തിനാ ഈ അങ്ങനെ ചെയ്തത്? അത് അമ്മൂന് കൊടുത്തുകൂടായിരുന്നു എന്നാണ്. ഹദീസുണ്ട്, സഹീഹായ ഹദീസാണ്. പക്ഷേ ഈ എല്ലാ കാര്യങ്ങളിലും യുക്തി ഉണ്ടായിരിക്കുന്നതിന് പുറമെ നമ്മള് അള്ളാഹു ഉണ്ടെന്ന് സ്ഥിരപ്പെട്ടു, റിസാലത്ത് ഉണ്ടെന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാല് ആ അതോറിറ്റിയെ അംഗീകരിച്ചുകൊണ്ട് നീങ്ങാന്നുള്ളത്. അത് എങ്ങനെയാണ് നമുക്ക് ആ അതോറിറ്റിനെ അംഗീകരിക്കണമെങ്കിൽ ഇത് പരിശോധന വിധേയമാക്കേണ്ടത് കയ്യിലുള്ള പ്രത്യയശാസ്ത്രം പരിശോധിച്ചിട്ടല്ലേ?
ആ പ്രത്യയശാസ്ത്രത്തിന്റെ കോലം ഇതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. കറമല്ലാഹു ബനി ആദം എന്ന് പറഞ്ഞ ഖുർആനിൽ അതിലെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാവുന്ന അധികാരം ഉണ്ടാവുന്ന രീതിയിൽ ഒരാൾക്ക് അടിമപ്പെടുന്ന ഒരു വ്യവസ്ഥിതിനെ അംഗീകരിക്കുമെന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? എന്റെ മനസ്സിൽ സംഘർഷം ഉണ്ടാക്കിയ 2 വചനങ്ങളാണിത്. അത് നമ്മൾ എങ്ങനെയാണ് ജംഇയ്യ? ഒന്ന് യുദ്ധത്തിൽ പിടിച്ച സ്ത്രീകള് അവർക്ക് ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുന്നതിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അവരെ ഉപയോഗിക്കാം എന്ന് പറയുന്ന ഖുർആൻ വചനം. രണ്ടാമത്തത് കറമല്ലാഹു ബനി ആദം എന്ന് പറയുന്ന വചനം. ഇത് രണ്ടും കൂടി എങ്ങനെ പൊരുത്തപ്പെട്ടു പോവാ? യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകള് 3 ഓപ്ഷനുകളാണ് നൽകുന്നത്. അതായത് 1 അവരെ മോചിപ്പിക്കുക, 2 അവരെ ഭാര്യയായിട്ട് സ്വീകരിക്കുക. ഭാര്യയായിട്ട് സ്വീകരിച്ചാല് അവർക്ക് കുട്ടിയായി കഴിഞ്ഞാൽ എന്തായി? ഭാര്യയായിട്ട് സ്വീകരിക്കുക എന്നല്ല, അടിമയായിട്ട് സ്വീകരിക്കുക. 3ാമത്തതാണ് അടിമയായിട്ട് സ്വീകരിക്കുക എന്നുള്ളത്. അടിമയായിട്ട് വെക്കാം. അടിമയായിട്ട് ഭാര്യ സ്വന്തം അടിമയെ കല്യാണം കഴിക്കാൻ പാടില്ല ഇസ്ലാമിൽ, അതറിയില്ലേ? അതറിയാം. അതേ സമയത്ത് സ്വന്തം അടിമയ്ക്ക്, അടിമ സ്ത്രീയില് ഒരു കുട്ടി ഉണ്ടായാൽ ആ മരണം വരെ ആ ഉമ്മു വലത് അടിമ തന്നെയാണ് കേട്ടോ. മരണം കഴിഞ്ഞാല് ഇയാള് മരിച്ചാലാണ് അവര് സ്വതന്ത്രരാവുള്ളൂ. അതേ സമയത്ത് ഒരാളുടെ കയ്യിൽ ഒരു 5 അടിമകൾ ഉണ്ടെന്ന് വിചാരിക്കുക, 5 അടിമ സ്ത്രീകള്. ഇയാൾക്ക് ഫക്കീറന്മാരായിട്ടുള്ള ഒരു 5 പണിക്കാരുണ്ട് എന്ന് വിചാരിച്ചോ, ജോലിക്കാര്. അവര് നാടും വീടൊക്കെ വിട്ടു വന്ന അന്യദേശത്ത് നിന്ന് വന്ന് ഇയാളുടെ തോട്ടത്തില് മസ്രയില് പണിയെടുക്കുന്ന ആൾക്കാരാന്ന് വിചാരിച്ചു. അപ്പോ താൽക്കാലികമായിട്ട് ഈ അടിമ സ്ത്രീകളെ തന്റെ ജോലിക്കാരായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഈ ഉടമ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എന്ന് വിചാരിച്ചു. അവിടെ നിന്ന് അടിമകൾക്കൊരു സ്വാതന്ത്ര്യമല്ല തെരഞ്ഞെടുക്കാനും വേണ്ടാന്ന് പറയാനൊന്നും. അപ്പൊ ഈ 5 അടിമ സ്ത്രീകള് ഇവർ 2 തൊഴിലാളികൾ അല്ലെങ്കിൽ 3 തൊഴിലാളികളേ ഉള്ളൂ. ഈ 5 പേരെ അവർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അതില് ഒരു 5, 6 അല്ലെങ്കിൽ 8 വർഷം കൊണ്ടൊരു 10, 12 കുട്ടികൾ ഉണ്ടായിന്ന് വിചാരിച്ചോ ഇയാളുടെ തൊഴിലാളികൾക്ക്. ആ കുട്ടികളുടെ സ്റ്റാറ്റസ് എന്തായിരിക്കും ഇസ്ലാമില്? നിങ്ങൾ ഫിഖ് പഠിച്ചാലേ. ഉടമയുടെ അടിമയായിരിക്കും. എന്താ നിങ്ങൾക്ക് പറയാൻ മടി? അടിമ അല്ലേ? ഇങ്ങനെയാണോ ഒരു ദൈവിക മതം അടിമത്തത്തെ നിരുത്സാഹപ്പെടുത്തുക? സ്വതന്ത്രനായ പുരുഷന് അടിമ സ്ത്രീയില് ജനിച്ച കുട്ടി അടിമയാകുന്ന പ്രക്രിയ. ഉടമസ്ഥന്റെ കുട്ടിയാണെങ്കിൽ മാത്രമാണ് സ്വതന്ത്രമാവുള്ളൂ, അല്ലേ? ആണ്. ഒരാളുടെ അടിമയായിരിക്കെ ഈ ഉടമ മറ്റൊരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തിട്ട് അതിലൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടി ഈ ഉടമയുടെ അടിമയായിരിക്കും, അല്ലേ? നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുണ്ടത്? ഇത് അതാണ് പഠിച്ചതുകൊണ്ടാണ് കുഴപ്പം. ഇനിയും കൂടുതൽ പഠിക്കാതിരിക്കുകയാണ് നല്ലതെന്നാണ് എന്റെ നിലപാട്. കാരണം ഇനിയും പഠിച്ചാൽ നമ്മൾ ഇനി കാണാത്ത കുറെ സാധനങ്ങൾ കണ്ടെത്തും. എന്തായാലും നിങ്ങളെ പഠനവും വായനകളും അറിവും പഠനമൊക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ. നമുക്ക് മുൻവിധി ഒന്നുമില്ല കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് മുൻവിധി ഒന്നുമില്ല. പക്ഷെ തെറ്റായ രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറയുമ്പം, കാരണം ഒരുപാട് കാലം ഞാൻ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ബദറിന്റെ കഥയൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത് വലിയ കാപട്യമാണ്. അതേമാതിരി ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ട ആളോട് ക്ഷമിച്ച മുഹമ്മദ് നബി എന്നൊക്കെ പറഞ്ഞത് വളരെ എന്താ പറയാ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്ന പരിപാടികളായിരുന്നു. ആ മനുഷ്യനെ ബദറിന്റെ സമയത്ത് പിടിച്ചതും അതിന്റെ കാര്യത്തിൽ പ്രതികാരം തീർത്ത് കൊന്നതും ഒക്കെ ഹദീസിലുണ്ട്. പക്ഷെ നമുക്ക് പറഞ്ഞു തരൂല. അങ്ങനെയാണ് നമ്മൾ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പഠിച്ച ഇസ്ലാമും നമ്മളെ പഠിപ്പിക്കുന്ന ഇസ്ലാമും. ഈ ഒരു മതത്തില് വിശ്വസിക്കുന്നില്ല. അപ്പോ ഈ ഒരു നമ്മുടെ ഭൂമിയുടെ തുടക്കം അതൊക്കെ എങ്ങനെയായിട്ടാണ് പരിഗണിക്കുന്നത്? അതായത് ഇതിനൊരു അത് ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം മാത്രമാണ് അതിന് മുമ്പിൽ നമുക്ക് മാർഗം. വേറെ മാർഗമല്ല. എങ്ങനെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് അന്വേഷിച്ച് പോകാനല്ലേ പറ്റുള്ളൂ. അന്വേഷണം തുടങ്ങിയ ഞാനല്ലല്ലോ, നമ്മളല്ലല്ലോ അത് അന്വേഷിക്കണേ. അതിന് നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ സോഴ്സ് എന്താണോ നോക്കുക. ഇന്നത്തെ കാലത്ത് ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണങ്ങളാണ് അതിന് നമുക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അത് വളരെ പ്രധാനമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിന്റെ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി, അതിന്റെ തുടക്കം, അത് സാധാരണ ഒരു 50-60 വർഷം മനുഷ്യൻ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഭയങ്കര റെലവന്റ് ആയിട്ടുള്ള സാധനമാണെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല.
അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാല് ബാക്കിയുള്ളത് അംഗീകരിക്കാവുന്നതല്ലേ ഉള്ളൂ. തെളിയിക്കപ്പെട്ട പിന്നെന്താ അംഗീകരിക്കുന്നതിന് കുഴപ്പം? നിലവിൽ തെളിയിക്കപ്പെട്ടത് പലതും ഖുർആനിക വിരുദ്ധമാണ്, അല്ലെങ്കിൽ ഖുർആൻ പലതും ശാസ്ത്ര വിരുദ്ധമാണ്. കുറെ കാര്യങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ച് ഇത് തന്നെ മതിയായതാണ്. ഇപ്പൊ നമ്മൾ സംസാരിച്ച വിഷയം തന്നെ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനെ തിരസ്കരിക്കാൻ മതിയായ കാരണമാണ്. ആ വിഷയം ക്ലിയർ ആയാല് ഓക്കെ ആവോ? അങ്ങനെ ആ വിഷയത്തില് ക്ലിയർനെസ് കിട്ടിയാല് അതാവട്ടെ. എനിക്കിപ്പോ ക്ലിയർ ആയ വിഷയം തന്നെ മതിയായ കാരണമാണ് പറയാം. അതുകൊണ്ട് ഇനി അന്വേഷണത്തിലൂടെ മുന്നോട്ട് പോയാലും നമ്മൾ ഈ ലക്ഷണം നോക്കിയിട്ട് ചില കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ട് എന്ന് വന്നാലും അതൊരിക്കലും ഖുർആൻ കൊടുത്തയച്ച അള്ളാഹു ആയിരിക്കില്ല എന്നുള്ള ഒരു 100% എനിക്ക് ഉറപ്പാണ്. അതാണ് എന്റെ ബോധ്യം. എനിവേ ആത്മാർത്ഥമായി പഠിച്ചോ. അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. നിങ്ങളും ആത്മാർത്ഥമായിട്ട് പഠിക്കും, മുൻവിധിയൊന്നും ഇല്ലാതെ, ആ നരകപ്പേടിയൊന്നും ഇല്ലാതെ പഠിച്ചു നോക്കി. അപ്പൊ ശരിയായിക്കോളാം. ഓക്കെ, എന്തായാലും നിങ്ങള് ഓക്കെ താങ്ക് യു.